കുറേ റിപ്പീറ്റ് സീൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കാണിച്ചാണ് ഒരു മണിക്കൂർ ഭയങ്കര വേറെ രീതിയിൽ കൊണ്ടാക്കി നോക്കി ഈ സിനിമ വൻ ഫ്ലോപ്പായി പോയി. നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്ന് ഹോട്ടലിൽ ഇരുന്നൊക്കെ മീൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നു, ആഹാ പോകുന്നു. നല്ല പടമാണ്. നല്ല പടമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസുമാണ് എടുത്ത് പറയേണ്ട. ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു 8-10 ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യേണ്ട ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ കാസ്റ്റിങ്ങും അടിപൊളിയാണ്. ഈ 8-10 ആർട്ടിസ്റ്റുകൾ എടുത്തേക്കുന്നവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ കാസ്റ്റിങ്ങും കൊള്ളാം, പെർഫോമൻസ് എല്ലാം കൊള്ളാം, നല്ല റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 40-45 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ല. ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു VFXും CG ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. മേക്കിംഗ് ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താണ്, തുടങ്ങുന്നൊരു മൊമെൻറ്റ് തൊട്ട് തീരുന്നൊരു മൊമെൻറ്റ് വരെയും പടം നല്ല എൻഗേജിങ് ആണ്. നമുക്ക് നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം. ഇതിൽ പടം കാണുമ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിൽ പണിക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്ന് ഹോട്ടലിൽ ഇരുന്നൊക്കെ മീൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നു, ആഹാ പോകുന്നു. അപ്പോൾ ഈ ജോലി എടുക്കുന്ന ആൾക്കാരുടെ ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടോയെന്നല്ല, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ +2 പഠിച്ച ചില സുഹൃത്തുക്കളുണ്ട്. അവരുടെ അപ്പാപ്പന്മാരും അങ്കിളും ബാക്കി കുടുംബക്കാരൊക്കെ ഈ പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു പടം കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം എന്തുമാത്രം സ്ട്രഗിൾ എടുത്താണ് അവർ ഈ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊരു പടം തുടങ്ങിയൊരു കുറച്ച് മൊമെൻറ്റ്, ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ബോട്ടിനകത്താണ്, കടലിനകത്താണ് പടം. നല്ല ക്വാളിറ്റിയുള്ള പടമാണ്, നല്ല നൈസ് പടം. പടം എനിക്കൊരു ആവറേജ് ഫീലാണ്. കാരണം ഫസ്റ്റ് ഹാഫ് അത്രയും നൈസായിരുന്നു. അവരുടെ തുറമുഖത്തിലെ വിഷയവും കാര്യങ്ങളായിട്ട് തുടങ്ങിയ പടമാണ്. അപ്പോൾ അത്രയും പെപ്പയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫെസ്റ്റീവ് മോഡലിൽ തുടങ്ങിയ പടം. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ ഈ പെപ്പെ കൂട്ടുകാരായിട്ട് ഈ 2 ആഴ്ചത്തേക്ക് മീൻ പിടിക്കാനൊക്കെ അകത്ത് പോകുന്നുണ്ട്. അപ്പം അതിൽ അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കാണിച്ച് തുടങ്ങി. അങ്ങനെ നമ്മൾ കാണാത്ത ലോകം നമ്മളെ കാണിച്ചു തന്നപ്പോഴത്തേക്കും കടലിലെ മേക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് പോയത്. ഇൻട്രോയിലും നല്ലൊരു പഞ്ചോടെ തന്നെയാണ് ഒരു ടേണിംഗ് പോയിട്ട് തന്നെയാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു. കാരണം പെപ്പയുടെ പടം കൂടെ ആയതുകൊണ്ട് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ ഒരു വയലൻസ്, ഒരു ഇടിമൂട് പടമായിരിക്കും എന്നുള്ള ഒരു തോട്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു ബോട്ട് സീൻസിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. കാരണം നമുക്ക് പിന്നെ അറിയാം ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് നമുക്ക് മനസ്സിലായി. പക്ഷേ റിവെഞ്ച് സ്റ്റോറി നമുക്ക് എങ്ങനെയാണ് നടക്കണമെന്ന് അറിയാതെ എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയാം. അപ്പോൾ അതൊരു 10 മിനിറ്റിൽ തീർക്കേണ്ട ഒരു കാര്യം ഈ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളായിട്ട് എഴപ്പിച്ച് കാരണം കുറേ റിപ്പീറ്റ് സീൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കാണിച്ചാണ് 1 മണിക്കൂർ. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 10 മിനിറ്റാണ് പടം ഒന്ന് ജസ്റ്റ് ബൂസ്റ്റപ്പ് ആവുന്നത് തന്നെ. പക്ഷേ അതും നമ്മൾ ഇത്രയും നേരം അത് കണ്ടുകൊണ്ടിരിക്കണം അത് എത്താൻ വേണ്ടിയിട്ട്. അതങ്ങനെ ഒരു ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ പടം കയറി കൊളുത്തി തന്നെ, കുറച്ചും കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ കയറി കൊളുത്തി തന്നെ പടം. ഇല്ല, നിരാശയാണ്. കാരണം ഇത്രയും ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പടം അടുത്ത ARM ഇന്നലത്തെ കിഷ്കിന്ത കണ്ടൊക്കെ നല്ല റിവ്യൂ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതും കൂടെ ആയപ്പോൾ 3 പടവും മലയാളികൾക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പടം നിരാശയായി പോയി. ഇന്നലത്തെ 2 പടം തന്നെ ഇനി ഓണത്തിന് കയറി കൊളുത്തുന്നത്. മിക്കുള്ള ഈ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് പണ്ടോട്ടെ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്ന കെവിൻ കോസ്റ്ററിൻ്റെ ഒരു വാട്ടർ വേൾഡാണ്. ഭയങ്കര ബിഗ് ബഡ്ജറ്റിലുണ്ടാക്കി ഭയങ്കര വേറെ രീതിയിൽ കൊണ്ടാക്കി നോക്കി ഈ സിനിമ വൻ ഫ്ലോപ്പായി പോയി. അതുപോലെ തന്നെ മിക്കുള്ള ഈ വാട്ടർ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ഹിന്ദിയിൽ ബ്ലൂ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അക്ഷയ് കുമാർ വെച്ചിട്ട് ഭയങ്കര ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ മലയാളം സിനിമയിൽ എനിക്ക് തോന്നുന്നു അത് ഇച്ചിരി വർഷങ്ങൾ മുമ്പേ സണ്ണി വെയിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു, അടിത്തട്ട് എന്ന് പറഞ്ഞ്. ഓൾമോസ്റ്റ് സിമിലർ സ്റ്റോറി ലൈൻ പോലെ തോന്നുന്നു. അത് എന്തുകൊണ്ടാണത് ഓൾമോസ്റ്റ് എല്ലാം ഈവൻ എനിക്കൊന്ന് അതിൽ ഉപയോഗിച്ചേക്കുന്ന ബോട്ട് തന്നെയാണോ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഒരു സംശയം ഇല്ലാതില്ല. പെപ്പെ എന്ന് പറഞ്ഞൊരു ആക്ടർ നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ സിനിമ വെറുതെ വലിച്ച് നീട്ടി. ആൻഡ് എനിക്ക് ഓരോ പ്രാവശ്യം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടിത്തട്ട് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഓർക്കായിരുന്നു. അതും ഇറ്റ് ഡിഡ് നോട്ട് റൺ ടു വെൽ. ഓൾമോസ്റ്റ് സിമിലർ സ്റ്റോറി ലൈനാണെന്ന് തോന്നുന്നു. അത് ഇനി എന്താണ് അവർ പിന്നെ അത് ചെയ്യാൻ നോക്കിയെന്ന് അറിഞ്ഞൂടാ. സെയിം റിവെഞ്ച് ഇത് തന്നെയായിരുന്നു. അതിലും ഫിഷിങ്ങിനല്ലായിരുന്നു മെയിൻ പേർപ്പസ് പോകുന്നത്. പക്ഷേ വേറെ എന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്നുള്ളത് കാണിക്കുന്നൊരു സിനിമയായിരുന്നു അതും. സിമിലർ ലൈനിൽ തന്നെ ഈ സിനിമ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ സിനിമ ഇങ്ങനെ എടുത്തത്? ഐ തിങ്ക് നല്ല പൈസ ചിലവാക്കിയിട്ടുണ്ട്. പെപ്പെ എന്ന് പറഞ്ഞൊരു ആക്ടർ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആക്ഷനിലൊക്കെ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ I don't think he's going to get any result out of this movie. Unfortunately, ഇച്ചിരി കൂടെ എനിക്ക് 2.5 മണിക്കൂർ വെച്ച് വെറുതെ നീട്ടി. സിനിമയിൽ വേറെ എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചായിട്ടുള്ള ഇച്ചിരി കൂടെ ബെറ്റർ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മറ്റേതൊക്കെ വന്നപ്പോൾ ഇച്ചിരി കൂടെ എൻഗേജിങ് ആക്കിയിട്ടുണ്ട്. പക്ഷേ സിനിമ ഫോൾസ് ഫ്ലാറ്റ് അറ്റ് എൻഡ് ഓഫ് ദ ഡേ.